small topic we have to discuss. It is a continuation of yesterday's area of discussion, political development. Political development ഒരു രണ്ട് സ്ലൈഡ് മാത്രമേ നമ്മൾക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയുള്ളൂ. ഇന്നലെ പറഞ്ഞ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിനെ കുറിച്ച് ഈക്വാലിറ്റി, കപ്പാസിറ്റി ആൻഡ് ഡിഫറൻസിയേഷൻ, the features of political development as suggested by Lucien Bay. Lucien Bay has identified certain basic features or characteristic features of political development. First one is equality, which means that for a society which is politically developed, it should have equality in all aspects of political life. Equality before law, equal protection of law, equal opportunities, and so on. Then the system, the political system. Second one is the capacity. The capacity means the political system should have the capability to tackle the crisis. Every political system faces so many challenges and crises. The system should have the capacity to face or transcend or overcome these challenges. And third one is differentiation. In a society where political development is okay, there should be differentiation of functions and differentiation of structures. The functions should be, the different structures should perform different functions. In every political system, there are so many functions: lawmaking, law implementation, law adjudication, election process, health facilities, sanitation facilities, infrastructure facilities are there. There should be a certain kind of differentiation for ensuring all these different functions, that is differentiation. Then Samuel P. Huntington, another American scholar who has dealt with the issues of political development. നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത് സാമുവൽ പി ഹണ്ടിങ്ടൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ചിന്തകനാണ്. അദ്ദേഹം ക്ലാഷസ് ഓഫ് സിവിലൈസേഷൻ, അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇനിയുണ്ടാവുന്ന സംഘർഷങ്ങളൊക്കെ സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളായിരിക്കും എന്ന് പറഞ്ഞ ഒരു ചിന്തകനാണ് സാമുവൽ പി ഹണ്ടിങ്ടൺ. ഇദ്ദേഹത്തിന്റെ ചിന്തകൾക്ക് 2001 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണക്കാലം ഇസ്ലാമിക തീവ്രവാദികളാൽ അമേരിക്ക ആക്രമിക്കപ്പെട്ടപ്പോൾ വളരെ വലിയ സ്വീകാര്യത ഉണ്ടായി. അതിനൊരു 10 കൊല്ലം മുൻപാണ് അദ്ദേഹം ഇനി വരാൻ പോകുന്ന സംഘർഷങ്ങൾ സംസ്കാരങ്ങളുടെ സംഘർഷങ്ങളായിരിക്കും, അതായത് മതങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളായിരിക്കും ഈ ലോകത്തെ പിടിച്ചെടുക്കുമ്പോൾ. അതുവരെ ഉണ്ടായിരുന്നു, 1980കളുടെ അവസാനം വരെ ഉണ്ടായിരുന്നത് പ്രത്യയശാസ്ത്ര സംഘർഷങ്ങളായിരുന്നു. പ്രധാനമായിട്ടും മുതലാളിത്തവും കമ്മ്യൂണിസവും തമ്മിലുള്ള പോരാട്ടം. അതിൽ സാമുവൽ പി ഹണ്ടിങ്ടന്റെ അഭിപ്രായത്തിൽ കമ്മ്യൂണിസം പരാജയപ്പെടുകയും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ കമ്മ്യൂണിസം ഏകദേശം അസ്തമിക്കുകയും മുതലാളിത്തമാണ് ഏറ്റവും വിജയകരമായ സംവിധാനം എന്നൊരവസ്ഥ വരികയും ചെയ്തു. ഇതിനുശേഷം ഇനി വരാൻ പോകുന്ന സംഘർഷങ്ങൾ മുഴുവൻ സംസ്കാരങ്ങൾ തമ്മിലുള്ളതായിരിക്കും. ക്ലാഷസ് ഓഫ് സിവിലൈസേഷൻ, അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് തന്നെ അതാണ്, ക്ലാഷസ് ഓഫ് സിവിലൈസേഷൻ. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അപ്പൊ അദ്ദേഹം ഈ ഹാസ് ആൾസോ well studied about the concept of political development. Political development in Western society കുറിച്ച് വളരെ കാര്യമായി പഠിച്ച ഒരാളാണ്. Observed that the maintenance of political stability as the ultimate goal of political development. As far as Samuel P. Huntington is concerned, the ultimate goal of political development is political stability. Political development, രാഷ്ട്രീയ വികാസം അല്ലെങ്കിൽ രാഷ്ട്രീയ വികസനം എന്ന് പറയുന്നത് it is meant by it is രാഷ്ട്രീയ സ്ഥിരത ഉണ്ടാവും. അമേരിക്കൻ പോലുള്ള സമൂഹങ്ങൾ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ പൊതുവെ കാണപ്പെടുന്ന ഒരു സവിശേഷതയായിട്ടാണ് അവർ പറയുന്നത് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, രാഷ്ട്രീയമായ സ്ഥിരത. നമ്മൾ മറ്റ് ലോകരാജ്യം, ഇപ്പം 3-ാം ലോക രാജ്യങ്ങളും 2-ാം ലോക രാജ്യങ്ങളും പറയാം, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടുത്തേക്കാളൊക്കെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി മുതലാളിത്ത രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിൽ കൂടുതലാണ്. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയാണ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ആയിട്ട് കണ്ടത്. പാശ്ചാത്യ രാഷ്ട്രീയ മാതൃകയാണ് ഇവർ പറയുന്ന ഏറ്റവും നല്ല പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഈക്വാലിറ്റി, കപ്പാസിറ്റി, ഡിഫറൻസിയേഷൻ ഒക്കെ ഉള്ള സംഗതി. അക്കോർഡിംഗ് ടു ഹിം, ദ 2 areas ആസ് ദി ബേസിക് എലമെന്റ്സ് ഓഫ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്. പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് 2 മേഖലകളാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഹൈ ഡിഗ്രി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ വിത്തിൻ എ പൊളിറ്റിക്കൽ സിസ്റ്റം. ഫസ്റ്റ് വൺ ഈസ് ഹൈ ഡിഗ്രി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ. അതായത് 2 ഘടകങ്ങൾ ഉണ്ടാവണം ഒരു പൊളിറ്റിക്കൽ സൊസൈറ്റി പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ. 2 എലമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യണം. നേരത്തെ ലൂസിയൻ ബൈ പറഞ്ഞത് ഇക്വാളിറ്റി, കപ്പാസിറ്റി, ഡിഫറൻസിയേഷൻ ആണ്. ഹിയർ
Samuel P. Huntington is of the view that two elements, basic elements are there for ensuring political development. First one is high degree of institutionalization. നമ്മളുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനുള്ളിൽ വളരെ വ്യക്തമായ സ്ഥാപനവൽക്കരണം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനാധിപത്യത്തെ സ്ഥാപനവൽക്കരിക്കണം. ജനാധിപത്യത്തെ സ്ഥാപനവൽക്കരിക്കുന്നത് എങ്ങനെയാണ്? ഇലക്ഷനിലൂടെ, പാർലമെന്റിലൂടെ, കൃത്യമായ തെരഞ്ഞെടുപ്പിലൂടെ, കൃത്യമായ അധികാര കൈമാറ്റം. ഇതിലൂടെയാണ് നമ്മൾ ജനാധിപത്യത്തെ സ്ഥാപനവൽക്കരിക്കുന്നത്. ഇന്ത്യയിൽ ജനാധിപത്യ സ്ഥാപനവൽക്കരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. തോന്നിയൊരു ഭരിക്കല്ല. കൃത്യമായ ഇലക്ഷൻ, ആ ഇലക്ഷനിൽ നിന്ന് കൃത്യമായ പ്രൊസീജിയർ, അതിന് കൃത്യമായ ഒരു വോട്ടർ പട്ടിക, എത്ര വലിയ പ്രക്രിയയാണ്. അപ്പൊ ആ രീതിയിൽ കൃത്യമായ സ്ഥാപനവൽക്കരണം, അത് ജനാധിപത്യം മാത്രമല്ല, നമ്മൾ ഇക്വാളിറ്റി സ്ഥാപനവൽക്കരിക്കണം, മതേതരത്വം സ്ഥാപനവൽക്കരിക്കണം. There should be high degree of institutionalization within the political system. ഒരു സ്ഥാപനത്തിൽ ലെജിസ്ലേച്ചർ ആയിക്കോട്ടെ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ നമ്മൾ പൊളിറ്റിക്കൽ വാല്യൂസിനെ, രാഷ്ട്രീയ മൂല്യങ്ങളെ സ്ഥാപനവൽക്കരിക്കണം. വെറുതെ പറഞ്ഞാൽ പോലെ, ഭരണഘടന എഴുതി വെച്ചാൽ പോലെ, അല്ല നമ്മുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോ പ്രസംഗങ്ങളിലൂടെ പറഞ്ഞാൽ പോലെ. നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടണം. അതിന് ബോധ്യപ്പെടാൻ ഏറ്റവും നല്ല സംവിധാനം സ്ഥാപനവൽക്കരിക്കലാണ്. എന്ത് കാര്യവും ബോധ്യപ്പെടാനുള്ള ഏറ്റവും നല്ല സംവിധാനം ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനാണ്. ഇപ്പൊ നമ്മളുടെ സ്നേഹം അല്ലെങ്കിൽ പ്രണയം എന്ന് പറയുന്നത്, പ്രണയവും സ്നേഹത്തിനെയൊക്കെ നമ്മൾ സ്ഥാപനവൽക്കരിച്ച രൂപമാണ് ഫാമിലി. അതിന് സ്ഥാപനവൽക്കരണ രൂപം, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഫോം ഓഫ് ലവ് ഈസ് ഫാമിലി. ഫാമിലി എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രണയത്തിന്റെ സ്നേഹത്തിന്റെയൊക്കെ ഒരു സ്ഥാപനവൽകൃതമായ രൂപമാണ്. പിന്നെ അത് മാത്രമൊന്നുമല്ല കേട്ടോ, വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട്. നിങ്ങളുടെ സമ്പത്ത് നന്നായി ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. According to this high degree of institutionalization within the political system, it reflects high levels of adaptability, complexity, autonomy and coherence. അത്തരത്തിൽ നമ്മൾ സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണെങ്കിൽ, ഒരു സംവിധാനമാണെങ്കിൽ, there should be high level of adaptability. മാറുന്ന സാഹചര്യങ്ങളിൽ പ്രതികരിക്കാനുള്ള ശേഷി വളരെ കൂടുതലുണ്ടാവും. ഹൈ ഡിഗ്രി ഓഫ് അഡാപ്റ്റബിലിറ്റി, എന്തിനേയും ഉൾക്കൊള്ളാൻ, സ്വീകരിക്കാൻ കഴിയുക. കോംപ്ലക്സിറ്റി, അതിന്റെ കോംപ്ലക്സിറ്റി ഉണ്ടാവും, ബട്ട് ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് ഹൈ ഡിഗ്രി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ വരുമ്പോൾ, ഉയർന്ന രീതിയിലുള്ള സ്ഥാപനവൽക്കരണം വരുമ്പോൾ അതിനൊരു ഒരുപാട് കോംപ്ലക്സ് പ്രക്രിയ ഉണ്ടാവും. ബട്ട് ദെൻ ഓട്ടോണമി ആൻഡ് സ്വയംഭരണാധികാരം ആൻഡ് ഫർദർ കോപ്പറൻസ്, ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഹൈ ഡിഗ്രി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം. പൊളിറ്റിക്കൽ സിസ്റ്റം വളരെ വ്യക്തമായി സ്ഥാപനവൽക്കരിക്കപ്പെടും. ഒരു സംശയമൊന്നും ഉണ്ടാകും. ഒരു അധികാരത്തിലിരിക്കുന്ന ഒരാൾ മരിച്ചുപോയാൽ, അയാളുടെ അധികാരം ഒഴിഞ്ഞാൽ, രാജിവെച്ചാൽ പ്രതിസന്ധി ഒന്നും ഉണ്ടാകും. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. Then secondly, increasing level of popular participation. There are two elements which Samuel P. Huntington has been suggested for as the basic elements of political development. Political രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് high level of institutionalization and second one is increasing level of popular participation. ജനങ്ങളുടെ പങ്കാളിത്തം. രാഷ്ട്രീയത്തിൽ, അധികാര പ്രക്രിയയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക. ഇറ്റ് ഈസ് ആൾസോ അനദർ സ്റ്റെപ്പ് ടുവേർഡ്സ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്. രാഷ്ട്രീയ വികസനത്തിന്റെ മറ്റൊരു ഘടകം, ഒന്ന് നമ്മൾ വ്യവസ്ഥാപിതമാക്കണം. ഒരു സംഗതിയും വെറുതെ പേപ്പറിൽ എഴുതി വയ്ക്കല്, ഒക്കെ വ്യവസ്ഥാപിതമായിരിക്കണം, സ്ഥാപനവൽകൃതമായിരിക്കും. നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്ന പ്രക്രിയയെ സ്ഥാപനവൽക്കരിച്ചതാണ് സ്കൂളുകളും കോളേജും. ജനാധിപത്യ സ്ഥാപനവൽക്കരിക്കുന്നതാണ് നമ്മുടെ പാർലമെന്റ്, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ തുടങ്ങി പോകുന്ന എല്ലാ സംവിധാനങ്ങളും ജനാധിപത്യ വ്യവസ്ഥയെ സ്ഥാപനവൽക്കരിക്കാൻ വേണ്ടി. Likewise, and further participation of people will ensure guarantees people's access to decision-making process at the level of all level of social structures. In this case, high level of popular participation is another basic element of this, what you may call political development. പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ഘടകം ജനങ്ങളുടെ പങ്കാളിത്തം. ഇത് ജനങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുന്ന സമിതികളിൽ ജനങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുന്നു. അല്ലെ, ജനങ്ങൾക്ക് അവിടെ തീരുമാനം എടുക്കുന്ന സമിതികളിൽ, അതിന്റെ വ്യത്യസ്ത സാമൂഹ്യ ഘടനകളിൽ ജനങ്ങൾക്ക് പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് പോപ്പുലർ പാർട്ടിസിപ്പേഷൻ. ജനങ്ങളുടെ പങ്കാളിത്തം, തീരുമാനങ്ങൾ എടുക്കുക, അവിടെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ടു എലമെന്റ്സ് are there as far as Samuel P. Huntington is concerned as the basic elements of political development. First one is high degree of institutionalization and second one is
പോപ്പുലർ പാർട്ടിസിപ്പേഷൻ. ഇൻക്രീസിംഗ് ലെവൽ ഓഫ് പോപ്പുലർ പാർട്ടിസിപ്പേഷൻ. നമ്മൾ എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങളെയും നമ്മൾ സ്ഥാപനവൽക്കരിക്കുക. രണ്ടാമത് ജനങ്ങളുടെ പങ്കാളിത്തം പരമാവധി ഉറപ്പുവരുത്തുക. പ്രത്യേകിച്ചും അതുവഴി ജനങ്ങളുടെ പങ്കാളിത്തം, തീരുമാനങ്ങൾ എടുക്കുക. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ജനങ്ങൾക്ക് തീരുമാനം എടുക്കുക, ജനങ്ങൾക്ക് പങ്കാളിത്തം ഉണ്ടാവും. ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിൽ ജനങ്ങൾക്ക് പങ്കാളിത്തം ഉണ്ടാകുന്ന പ്രക്രിയയാണ് നമ്മൾ ഡെമോക്രസി എന്ന് പറയും, ജനാധിപത്യം എന്ന് പറയും. ഈ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിന്റെ ചില സൂചകങ്ങൾ, ദ ഇൻഡിസസ് ഓഫ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രിയലൈസേഷൻ. പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് സംഭവിക്കണമെങ്കിൽ ഈ പറയുന്ന കുറെ കാര്യങ്ങൾ കൂടി ഉണ്ടാവും. ഇതൊക്കെ ദീസ് ഫീച്ചേഴ്സ് ഓർ ദീസ് ഇൻഡിസസ്, ഈ സൂചികകൾ ഇൻഡിക്കേറ്റ്സ് ദി ലെവൽ ഓഫ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്. ഒരു സമൂഹം പൊളിറ്റിക്കലി ഡെവലപ്ഡ് ആണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ സൂചകങ്ങളുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം സംഭവിച്ചെങ്കിൽ മാത്രമേ സംഭവിക്കുള്ളൂ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്. അർബനൈസേഷൻ, നഗരവൽക്കരണം. സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ ലിറ്ററസി, വിദ്യാഭ്യാസം, സാക്ഷരതയുടെ വ്യാപനം. ഇൻക്രീസിംഗ് എക്സ്പോഷർ ഓഫ് മാസ് മീഡിയ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയുടെ ഒരു സാന്നിധ്യം. എക്സ്പാൻഷൻ ഓഫ് സെർക്കുലർ കൾച്ചർ, മതേതര സംസ്കാരത്തിന്റെ വളർച്ച. ഗ്രോത്ത് ഓഫ് മോഡേൺ ആൻഡ് എഫിഷ്യന്റ് ബ്യൂറോക്രസി, ഒരു ശക്തമായ ആധുനിക ഉദ്യോഗസ്ഥ സംവിധാനം. അപ്പൊളിറ്റിക്കൽ ക്യാരക്ടർ ഓഫ് ആംഡ് ഫോഴ്സസ്, രാജ്യത്തിന്റെ സൈനിക വിഭാഗത്തിന് രാഷ്ട്രീയ സ്വഭാവം ഇല്ലാതിരിക്കുക, അത് പൊളിറ്റിക്കലി ന്യൂട്രൽ ആയിരിക്കണം. സൈന്യത്തിന്, പോലീസിന്, പട്ടാളത്തിന്, വ്യോമസേനയ്ക്കൊന്നും രാഷ്ട്രീയം ഉണ്ടാകാൻ പാടില്ല. ഭരിക്കുന്ന പാർട്ടിയാണെന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊളിറ്റിക്കൽ നേച്ചർ ഓഫ് ആംഡ് ഫോഴ്സസ്, അതായത് പാകിസ്ഥാനിലെ പോലെ രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാൻ നിൽക്കുന്ന സേന ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ലക്ഷണമല്ല. ദെൻ അപ്പൊളിറ്റിക്കൽ നേച്ചർ ഓഫ് ആംഡ് ഫോഴ്സസ്. റൂൾ ഓഫ് ലോ, നിയമവാഴ്ച ഉറപ്പുവരുത്തണം. ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി നിഷ്പക്ഷമായിരിക്കണം. എഫക്റ്റീവ് ലെജിസ്ലേറ്റീവ് ബോഡീസ്, വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന നിയമനിർമ്മാണ സഭകൾ. പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡീസെൻട്രലൈസേഷൻ, രാഷ്ട്രീയമായും ഭരണപരമായും അധികാര വികേന്ദ്രീകരണം. പോപ്പുലർ പാർട്ടിസിപ്പേഷൻ, ജനങ്ങളുടെ പങ്കാളിത്തം. ഇൻക്രീസിംഗ് ഫ്രാഞ്ചൈസ് ആൻഡ് ഫ്രീ ഇലക്ഷൻസ്, കൂടുതൽ വോട്ടവകാശം കൂടുതൽ ജനവിഭാഗങ്ങൾ ലഭ്യമാകുക. സ്ത്രീകൾക്കും പിന്നോക്കക്കാർക്കും ഒരു നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ടവകാശം ഉണ്ടാവുക. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഇലക്ഷൻ സമ്പ്രദായം. നാഷണൽ ഇന്റഗ്രേഷൻ, ദേശീയമായ ഐക്യം. ദീസ് ആർ സം ഇൻഡിസസ് ടുവേർഡ്സ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്. രാഷ്ട്രീയ വികസനത്തിന് സൂചകങ്ങളായി നമുക്ക് എടുക്കാൻ കഴിയുന്ന കുറെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വ്യവസായവൽക്കരണം ഉണ്ടായ സമൂഹങ്ങളിലാണ് ജനങ്ങൾ പങ്കാളിത്തം ഉണ്ടാവുകയും സാധാരണക്കാരെ ജനങ്ങൾ അധികാരത്തിലേക്ക് വരാൻ കാരണമായിട്ട്. അർബനൈസേഷൻ, നഗരവൽക്കരണം സ്വാഭാവികമാണ്. ഇൻഡസ്ട്രിയലൈസേഷൻ വരുമ്പോൾ നഗരവൽക്കരണം വരും. നമുക്ക് എക്കണോമിക്സ് അധികം പറയാതെ മനസ്സിലാവും. സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ ലിറ്ററസി, വിദ്യാഭ്യാസവും സാക്ഷരതയും വ്യാപിക്കുന്നതുകൊണ്ട് പിന്നോക്ക ജാതി സമുദായങ്ങളിലുള്ളവർക്ക് പോലും അധികാര സ്ഥാനങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന സാഹചര്യമുണ്ട്. മാസ് മീഡിയ, മതേതര സംസ്കാരം വളരുന്നു. ദീസ് ആർ ദി സം ഇൻഡിസസ് which will help us to understand the level of political development. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രമാത്രം ഉണ്ടെന്ന് നോക്കിയാൽ നമ്മൾക്ക് ഒരു സമൂഹത്തിന്റെ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്, രാഷ്ട്രീയമായ വികാസം എത്രമാത്രം ഉണ്ട് ഇല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നർത്ഥം. Let us conclude here because കുറെ സമയം എടുത്തു. ഒന്ന് കമ്പ്യൂട്ടർ എന്തോ പ്രശ്നം കാണിച്ചാണ്. Okay.